ചേട്ടായി, അവർ 20 രൂപ മാത്രമേ തന്നുള്ളൂ. ചോദിക്കുന്ന പൈസ തന്നില്ലെങ്കിൽ ഇടിച്ചവന്റെ അണപ്പല്ല് തന്നെ കൂരാൻ പാടില്ലായിരുന്നോ? നിനക്കെന്താടാ കാശ് ചോദിച്ചാ തരാൻ കഴിയില്ലേ? പിരിവ് തന്നില്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ ജോലി ചെയ്യുന്ന കാശ് നിങ്ങൾക്ക് എന്തിനാ തരേണ്ടത്? ഇതാ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ കാശ് തരേണ്ടത്. സർ, എന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? നിന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ഇടിച്ചതിന്റെ അണപ്പല്ല് ഞാൻ ഊരും. അടിച്ചു പൊളിച്ചു തിമിർത്തു. അതെന്താ ഇഷ്ടയാണെന്ന് കരുതിയോ ഇടിച്ചു പൊളിക്കാനായിട്ട്? കള്ളത്തത്തെ, മര്യാദക്ക് പൊയ്ക്കോ. ഇവിടെ നല്ല ആൾക്കാർ ജീവിക്കുന്നതാ. ഇവിടെ വന്ന് ഗുണ്ടായിസ് ഒന്നും കാണിക്കരുത്. എടാ മുന്ന, പപ്പു, ഗുണ്ടു ഒന്ന് വാടാ. ഇവര് വലിയ ഡീസന്റ് പാർട്ടിയാ. ഇവർക്ക് ഡീസൻസി ഒന്ന് പറഞ്ഞു കൊടുക്ക. എല്ലാവരുടെയും സുഹൃത്താ. എടാ ഓട്ടോദാത ബോധക്കെട്ട് വീണ് കിടക്കുക. ഇവര് ഓട്ടോദാതേക്കാളും വലിയ പവർഫുൾ ആടാ. ഇന്നു മുതൽ അങ്ങാണ് ഞങ്ങളുടെ ഡോൺ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇനി സിറ്റിയിലെ ഡോൺ. നീ സുഹൃത്തായിരിക്കെ, ഡോൺ ആവേണ്ട ആവശ്യമില്ല. നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ ഡോണൊന്നും അല്ല. ഏകദേശം 19 ഗാങ്ങിന്റെ ഡോണാ. അതെ അതെ, ഞാൻ ഡോണായി കഴിഞ്ഞു. നമ്മുടെ ഡോൺ ആരാണ്? നമ്മുടെ ഡോൺ കർത്തയാണ്. ഇനി എല്ലാവരും ചെന്ന് വിശ്രമിക്കൂ. നാളെ ശത്രു ഗ്യാങ്ങിനെ നശിപ്പിക്കേണ്ടതാണ്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇനി മുഴുവൻ സിറ്റിയും എന്നെ കണ്ട് ബഹുമാനിക്കും. ഓ, ബഹുമാനിക്കണമെങ്കിലേ ഞാൻ പറയുന്നത് കേക്ക് എന്ന് വേഗം അങ്ങോട്ട് പറയ്. ഓ ഓ ഓ ഓ വേണ്ട, ഒന്ന് മതിയാക്ക്. എന്തായി കാണിക്കുന്നത്? വേണ്ട, പറയുന്നത് കേക്ക്. പോലീസുമായി മിത്രവുമാവണ്ട, ശത്രുവുമാവണ്ട. പോലീസുകാരുടെ നേരെ കൈ ഉയർത്തരുത്. ഓക്കെ, എന്നാൽ തടി കൊണ്ടടിക്ക്. വേണ്ട, അവരെ വിട്ടേക്ക്. ആദ്യം നമുക്ക് അങ്ങയുടെ ശത്രു ഗ്യാങ്ങിനെ നശിപ്പിക്കണം. ഓക്കേ. ഞങ്ങളോട് ക്ഷമിക്കൂ കർത്ത ഡോൺ. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഡോണിന്റെ അടുത്ത് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ജയിൽ. കാരണം കർത്ത ഡോൺ ഒരിക്കലും ജയിലിലേക്ക് വരില്ല. കർത്ത, എല്ലാവരുടെയും സുഹൃത്ത്. എന്താ കൂട്ടുകാരെ, സുഖാണോ? എല്ലാവർക്കും ബണ്ണി ബൗണ്ടറിന്റെ സലാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബണ്ണി ബായി എവിടെ വേണമെങ്കിലും പോകും. നീ ബായിയോ? നിന്നെക്കാളും വലിയ ബായിയാ ഞാൻ. വലിയ ബായി എന്ത് ചെയ്യുന്നു നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. നീ എന്തായി ചെയ്യുന്നേ? എടാ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ വിടാനാ പറഞ്ഞത്. അങ്ങനെ ആവശ്യമുള്ളത് ഇവനെയല്ലേ? ഉടൻ തന്നെ ഇവിടുന്ന് എടുത്തോട്ട് പോയിക്കോ.
ഈഷ്, നീ ചെയ്തത് നല്ലത് തന്നെയാ. ഇനി ഏതായാലും ഇവനെ ഞങ്ങൾ പിടിച്ചകത്താക്കാം. ബണ്ണി ബൗണ്ടർ, പോലീസ് നിന്നെ 4 വശത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേക്ക്. ഇനി പറയേണ്ടതൊക്കെ ലോക്കപ്പിൽ ചെന്നിട്ട്. സിറ്റി മുഴുവനും നീ കാരണം ഗ്യാങ് വാറ. ആദ്യം എന്നോടൊരു കാര്യം പറയൂ, കാലിയുടെ ഗ്യാങ് എവിടെയാണ്? ജയിലിനകത്താണ്. ആ പൂച്ചയുടെ ഗ്യാങ് ഇപ്പൊ എവിടെയാണ്? ജയിലിനകത്ത്. അവരെല്ലാവരും സ്വയം സറണ്ടർ ആയതാണ്. ആ, അവർ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജയിലിലേക്ക് വന്നതാണ്. ഇത് തന്നെയായിരുന്നു എന്റെ പ്ലാൻ. അതെ, എല്ലാ ഗാങ്ങിനെയും പേടിപ്പെടുത്തി ജയിലിലാക്കി. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഗുണ്ടകളൊക്കെ പാർട്ടിക്കായി ഇന്നൊരു സ്ഥലത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾ പോലീസുമായിട്ട് വന്നാൽ ഗുണ്ടകളെ മൊത്തം പൊക്കാവുന്നതാണ്. അതോടെ സിറ്റിയിൽ ഗുണ്ടകളും ഉണ്ടാവില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. അപ്പൊ അതുകൊണ്ടാണ് നീ കർത്തയെ ഡോണാക്കി മാറ്റിയത്. അതുമല്ലാതെ അവന്റെ കൂടെ കൂടുകയും ചെയ്തു. അതെ, കർത്തയും നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കാർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പുറത്തേക്ക് വരാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവിടെ പോലീസ് വന്നാൽ അവരെ പിടികൂടാം. ആരും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവന്മാരെല്ലാത്തിനെയും പൊക്കി ഞാൻ ജയിലിനകത്താക്കും. പോലീസ് 4 വശത്തും നിങ്ങളെ വളഞ്ഞു കഴിഞ്ഞു. എല്ലാവരും സറണ്ടർ ആവൂ. പോലീസ് വന്നിരിക്കുന്നു. ആയുധങ്ങൾ എടുക്ക്. ഇവിടെ ആയുധങ്ങളൊന്നും കാണുന്നില്ല. പോലീസ് ആയുധങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ സറണ്ടർ ആവുന്നതായിരിക്കും നല്ലത്. ഈഷ്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് എല്ലാവരും സറണ്ടർ ആവുന്നതാ നല്ലത്. ബണ്ണി, നിന്റെ പ്ലാൻ എന്തായാലും കലക്കി. ഇപ്പൊ എല്ലാരും കുടുങ്ങി. ബണ്ണി പ്രശ്നത്തിലാണ്. അത് ശരി. അപ്പൊ നീയാണല്ലേ പോലീസിൽ പറഞ്ഞു കൊടുത്തത്? ഞാനാണ് കർത്ത, ഇവന്റെ സുഹൃത്താ. ഇതും കൂടെ പഠിച്ചോ. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഈഷ്, ഇന്നെന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. പപ്പട്ടിന്റെ തൊണ്ടയിലെ കോലി കുരുങ്ങി. എന്റെ കണ്ണ്, എന്റെ കണ്ണ് രക്ഷിക്ക്. ഒന്നും സംഭവിച്ചില്ല. അത് കണ്ടില്ലേ എന്താ ഇട്ടിരിക്കുന്നതെന്ന്? ഒരു കോമാളിയെ പോലെയുണ്ട്. എടാ നാട്ടിൻ പുറത്തുകാരെ, ഇത് ഫാഷനടാ, ഫാഷൻ. വാവ് സണ്ണി, എന്ത് സുന്ദരനായിരിക്കുന്നു. ഈ ഫാഷൻ ഷോയിൽ ബെസ്റ്റ് മോഡൽ നീ തന്നെയായിരിക്കും. ഫാഷൻ ഷോയോ? നഗരത്തിൽ ഫാഷൻ ഷോ നടക്കുകയാണ്. ഞങ്ങൾക്ക് ഫാഷൻ ഷോയിൽ പങ്കെടുക്കണം. അങ്ങനെയൊന്നും പറ്റില്ല ബണി. ഫാഷൻ ഷോ ഒരു തമാശയല്ല. ഞങ്ങളും സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. സംശയമുണ്ടോ? നിങ്ങൾക്ക് പരിചയമില്ലല്ലോ, അതുകൊണ്ട് ഏത് ഡിസൈനറും നിങ്ങൾക്ക് ചാൻസ് തരില്ല. നോ നോ നോ, ആരാണ് നിങ്ങളെ എല്ലാവരെയും മോഡലാക്കിയത്? എനിക്ക് ക്യാറ്റ് വാക്ക് ചെയ്യാൻ അറിയില്ലല്ലോ. ഓ മൈ ഗോഡ്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. അല്ല, ആരാണ് ഈ കൊരങ്ങൻ? കൊരങ്ങനല്ല, പൂച്ചയാണ്.
അറിയാമോ ഞാൻ ആരാണെന്ന്? ഐ ആം പിഗ്ഗി, ദ ബെസ്റ്റ് ഡിസൈനർ ഓഫ് ഇന്ത്യ. ഫ്ലോറിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് ഒത്തിരി തിരക്കുണ്ട്. എന്താ നിങ്ങൾക്ക് ഈ കാറ്റ് വാക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതിനെയാണോ ക്യാറ്റ് വാക്ക് എന്ന് പറയുന്നത്? ഇതിൽ ക്യാറ്റ് വാക്കിന്റെ ആദ്യ അക്ഷരം പോലും വന്നിട്ടില്ലല്ലോ. എങ്ങനത്തെ കഴുത ഒരു ക്യാറ്റിനോട് പറയുന്നു എനിക്ക് ക്യാറ്റ് വാക്ക് അറിയില്ലെന്ന്? ഓ ഗോഡ്, നീ എന്നെ കഴുതയെന്ന് വിളിക്കുന്നോ? സോറി സാർ, അറിയാതെ പറഞ്ഞു പോയതാ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പെട്ടെന്ന് പറയൂ, ഐ എം സോ ബിസി. ഞങ്ങൾക്ക് ഫാഷൻ ഷോയിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. മണ്ടന്മാരെ, ഇവരെല്ലാം നിങ്ങളെ കളിയാക്കി ചിരിക്കുകയാണ്. അയ്യോ 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 എന്തിനാ അടിക്കുന്നേ? എന്തിനാ അടിക്കുന്നേ? നല്ലതിനൊന്നും ഇപ്പൊ കാലമില്ല കൂട്ടുകാരെ. ലേറ്റസ്റ്റ് ഫാഷൻ കൂർത്ത ഞാൻ ഇങ്ങേർക്ക് തയ്ച്ചു കൊടുത്തപ്പോ അങ്ങേര് ചുമ്മാ എന്നെ കുനിച്ചു നിർത്തി ഇടിക്കുക. ഇത് കുർത്തയാണോ? സ്ലീവ്ലെസ് ആയിരുന്നെങ്കിൽ എന്റെ ഭാര്യയെങ്കിലും ഇത് ധരിക്കുമായിരുന്നു. ഈ നഗരത്തിൽ ഇനി ജീവിക്കാനാവില്ല കൂട്ടുകാരെ. ഇവിടെ ടാലന്റ് ഉള്ളവർക്ക് ഒരു വിലയില്ല. അല്ല, എല്ലാം കോറസിലാണല്ലോ പറയുന്നത്. എന്നാ പിന്നെ പറയേ, കാര്യം എന്താ? വെറുതെ എന്തിനാ എന്നെ സോപ്പിടുന്നേ? വേഗം കാര്യം പറയേ. ഷറാഫത്ത് ബോയ്, നഗരത്തിൽ ഒരു ഫാഷൻ ഷോ നടക്കാൻ പോവുകയാണ്. ആ ഫാഷൻ ഷോയിൽ ഞങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. സംശയമുണ്ടോ? ഞാൻ എന്തിനാ വെറുതെ സംശയിക്കുന്നേ? നിങ്ങൾ അതിൽ പങ്കെടുത്തോളൂ. ഞങ്ങളുടെ ആഗ്രഹം അങ്ങ് ഞങ്ങളുടെ ഡിസൈനർ ആകണമെന്നാണ്. ടാലന്റ് ഞങ്ങളുടെയും തുണി നിങ്ങളുടെയും. എന്റെ പിള്ളേരെ, ഞാൻ ഈ നഗരത്തിൽ നിങ്ങളെ പോലെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് തൊപ്പിയിടാൻ നോക്കുകയാണോ? ഫാഷൻ ഷോ നടത്താൻ നിങ്ങളും, കാശ് മുടക്കാൻ ഞാനും. വിജയിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പ്രൈസ് മണിയാണ്. വിജയിച്ചാൽ ആ പൈസ മുഴുവനും നിങ്ങൾ എടുത്തോളൂ. സംശയമുണ്ടോ? ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ എന്റെ പൈസ മുഴുവനും വെള്ളത്തിലായി പോയില്ലേ? ഈ നഗരത്തിലെ വലിയ വലിയ ഡിസൈനറും പണക്കാരും വരികയാണ്. നമ്മൾ ജയിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഡിസൈൻ ഈ ലോകം മുഴുവനും അറിയപ്പെടും. അതിൽ നിങ്ങൾക്ക് ലാഭമല്ലേ ഉള്ളൂ. പൂച്ചയാണെങ്കിൽ നിന്റെ ബുദ്ധി കുറുക്കന്റെ ആണല്ലോടെ. എന്നാ വാ, നമുക്ക് ഈ ഫാഷൻ ഷോയിൽ ഒന്ന് പങ്കെടുത്ത് നോക്കാം. തുണികൾ അടിച്ചു നനച്ച് വെടിപ്പാക്കും. ഈ ഷോ നിങ്ങളുടെ മനസ്സിൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കും. അടികൈ. ഏയ്, ആരാ പറഞ്ഞത്? മര്യാദ കേടിന് ഒരു അളവുണ്ട്. മിസ്റ്റർ കന്ന, ഷോ ഒന്ന് തുടങ്ങാമോ? ഐ എം സോ ബിസി. കുരുമുളകിട്ട് കുടിച്ചോളൂ ടൊമാറ്റോ സൂപ്പ്. ദാ എത്തിക്കഴിഞ്ഞു ആദ്യത്തെ ഗ്രൂപ്പ്. അടികൈ. ഷറാഫത്ത് ചേട്ടാ, ഒന്ന് വേഗം ചെയ്യുന്നേ. ഇനി വേഗം ചെയ്യണമെങ്കിൽ 2 കൈ വാടകയ്ക്ക് എടുക്കണം. എനിക്ക് ആകെ ഉള്ളത് 2 കൈ അല്ലേടോ. ബോണറ്റ് അടഞ്ഞതും തുറന്നത് ഡിക്കി. ദാ അടുത്തത് വരാൻ പോകുന്നു നമ്മുടെ പിഗ്ഗി. അടികൈ. മനോഹരമായ ഡിസൈനാണ് പിഗ്ഗി. അതേന്ന് മാത്രം പറയല്ലേ, അവൾ എന്തെങ്കിലും ജോലി തരും. സംശയമുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. നന്നായി, ഞാൻ എന്റെ അമ്മായിയെ നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ട് പോവാം. പക്ഷെ ഞങ്ങളത് എന്റെ ഭർത്താവ് ഒരു ബോക്സറാണ്. ബോക്സർ. ഇത് തെറ്റാ. നിങ്ങൾ ഞങ്ങളെ പേടിപ്പിച്ച് ചൂഷണം ചെയ്യുക. അയ്യോ, പേടിപ്പിക്കുന്നതല്ല, ഞാൻ പറഞ്ഞതാണ്. എന്റെ ഭർത്താവ് ബോക്സറാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മാച്ചാണ്. എനിക്ക് പിള്ളേരെ അത് കാണിക്കാൻ കൊണ്ടുപോകണം. പക്ഷെ എന്റെ അമ്മായിമ്മ TV സീരിയൽ കാണാനിരിക്കുകയാണ്. ഞങ്ങൾ TV കാണാറേ ഇല്ല. അതുകൊണ്ട് അമ്മായിമ്മയെ ഇങ്ങോട്ട് തന്നെ അയച്ചോളൂ. അമ്മേ,
ഓ അമ്മായിയമ്മേ, അമ്മേ, പപ്പപ്പ. നീ എന്തിനാ കിടന്നിങ്ങനെ തൊള്ള തുറക്കുന്നത്? എനിക്ക് എന്റെ ചെവി കേക്കില്ലേ? അമ്മ ഇവരുടെ വീട്ടിലിരുന്ന് അമ്മയുടെ ഡെയിലി സീരിയൽ കണ്ട് രസിച്ചോളൂ. നന്നായി വരൂ, നന്നായി വരൂ. എന്റെ മോൻ നല്ലൊരു ബോക്സറാണ്. അല്ലല്ല, ഇവരുടെ ഭർത്താവാണ് ബോക്സർ. എടാ മരത്തലയെ, എന്റെ മോളാണ് അവളുടെ ഭർത്താവ്. ഞങ്ങൾ വൈകുന്നേരം തിരിച്ചെത്തും അമ്മേ. നാണല്ലേടി നിനക്ക്? നിന്റെ അമ്മായിയമ്മ ഞാൻ വന്നിരിക്കുമ്പോൾ വൈകുന്നേരം വരെ നീ എന്നെ മറ്റൊരു വീട്ടിൽ താമസിപ്പിക്കൂ? ഈ സംസ്കാരമാണോ നിന്നെ നിന്റെ വീട്ടിൽ പഠിപ്പിച്ചത്? നീ വെറും മരുമകളാണ്. എന്റെ അമ്മായിമ്മയെ അവൻ നോക്കണ്ട. ഉച്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തണം, മനസ്സിലായില്ലേ? തള്ള സാധാരണക്കാരിയല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നേ? വാ, ടിവി ഇട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമയം വരെ നീ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഉരുളൻ ബാബയുടെ ആശ്രമത്തില് ഉരുണ്ടുരുണ്ട് പോണോന്ന്? അമ്മേ, എന്നെ കൊണ്ട് അത്രയൊന്നും ഉരുളാൻ വയ്യ. എന്റെ മകന്റെ വയറ്റിൽ വേദനയാണ്. നീ ഒരു ഭാര്യയാണോടി? നിന്റെ ഭർത്താവിന് വേണ്ടി നിനക്ക് ഉരുളാൻ പറ്റില്ലേ? അങ്ങോട്ട് പോയി ഉരുളടി, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരില്ലടി. ഇക്കാലത്തെ പെണ്ണുങ്ങളെല്ലാം വെറും നാക്കിട്ടടിക്കാനേ കൊള്ളാവൂ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് തൃപ്തിയാവുമല്ലോ. വെറും വിരൽ കൊണ്ട് നെയ്യ് എടുക്കാൻ കഴിയില്ല. ഈ വീട് നമ്മൾ ഭരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിരലൊന്ന് വളച്ചാലേ നെയ്യ് എടുക്കാൻ പറ്റൂ. ഈ വീട്ടിൽ ഞാൻ ഉള്ളത് വരെ എന്റെ ഭരണം മാത്രമായിരിക്കും. എന്ത് ചെയ്യും? ഷോ തീർന്നു പോയല്ലോ. എന്നാ ശരി, നല്ലൊരു അമ്മായിമയെ അവൻ പ്രാക്ടീസ് ചെയ്യാം. എന്നാലല്ലേ അവളെ ഭരിക്കാൻ പറ്റൂ. സോർദാർ, ഞാൻ ഇവിടെയാണ്. ഇവിടെയാണ് സോർദാർ. സോർദാർ, ഞാൻ ഇവിടെയുണ്ട്. സോർദാർ, ഇങ്ങോട്ട് വാ. നിങ്ങളുടെ വിരലിൽ എന്ത് പറ്റി? ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണല്ലോ, സംശയമുണ്ടോ? വിരല് വളച്ചാലേ നെയ്യ് എടുക്കാൻ കഴിയൂ. കണ്ണു കെട്ടി കളിക്കാനുള്ള പ്രായമാണോടെ ഇത്? നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലേ? ഈ പ്രായത്തിൽ കണ്ണു കെട്ടി കളിക്കാൻ നാണമല്ലല്ലോടാ നിനക്കൊക്കെ. അപ്പുറത്തുള്ള അയൽക്കാരൊക്കെ കണ്ടാൽ എന്ത് വിചാരിക്കടാ? ഈ സംസ്കാരാണോടാ നിന്റെ വീട്ടിൽ നിന്നെയൊക്കെ പഠിപ്പിച്ചത്? പോയി വീടിനകത്തൊക്കെ തൂത്തുവാരി പോടാ. അമ്മേ, ഇത് ദേ, ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കരുത്. പോടാ, കടയിൽ പോയി നല്ല ഹൽവയും ലഡും വാങ്ങിച്ചോണ്ട് വാടാ. നല്ലവൻ. എന്റെ സൂപ്പ് ജോലി ചെയ്ത് ചെയ്ത് എനിക്ക് നന്നായി വിശക്കുന്നു. ഇത് വെറും തുടക്കമാണടാ, തുടക്കം. ഈ ദിവസം മുഴുവൻ ഇനി ബാക്കിയുണ്ടല്ലോ. എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോടാ. എന്റെ മോൻ ബോക്സർക്കെല്ലാം ബോക്സറാടാ. ഇതെന്തു പറ്റി? ഇപ്പോഴല്ലേ ഞാനെല്ലാം വൃത്തിയാക്കിയത്. വീണ്ടും വൃത്തിയാക്കടാ. ഒരല്പം പോലും പണിയെടുക്കാൻ പറ്റാത്ത കുഴി മടിയനാണല്ലോടാ നീ. ഈ സംസ്കാരമാണോടാ നിന്റെ കുടുംബത്തിൽ പഠിപ്പിച്ചത്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ കേസർ പിസ്ത? ഇത് ഞാൻ തന്നെ കഴിക്കൂ. ഇതെന്താ ഇതിന്റെ സ്വാദ് ഇങ്ങനെ ഇരിക്കുന്നേ? ഇതെന്താ കഴുതപ്പാര കൊണ്ടുണ്ടാക്കിയതോ? എന്ത് പറ്റിയമ്മേ? ഈ ഐസ്ക്രീം കഴിച്ചിട്ട് എന്റെ വയറ്റിൽ കിടന്ന് എന്തോ ഉരുളുന്നു. ഓഹോ അമ്മേ, ഇത് ഐസ്ക്രീം അല്ല, ബാർ സോപ്പാ. വേറെ ഒരു പ്രശ്നവും തന്നെ ഇതിലില്ല. ചെല്ലു, ചെന്ന് വാ കഴുകിയിട്ട് വരൂ. റെഡി, ഞാൻ പുറത്തേക്ക് പോവുകയാണ്.
മകൻ ബോക്സർക്കല്ല ബോക്സറാണ്. നോക്കി നടക്കാൻ നിനക്ക് അറിയില്ലേ? ഞാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പറന്നു വന്നത് താങ്കളല്ലേ? വേഗം പോയി കുളിക്ക്. ഭയങ്കര നാറ്റം. ഇത്രയും ചൂടുള്ള വെള്ളമോ? അത് ഞാനാ ചെയ്തത്. എനിക്ക് കുളിക്കാനായിട്ട് ഞാൻ ചൂടാക്കി വെച്ചതാ. എനിക്ക് കുളിക്കാൻ നല്ല ചൂട് വേണം. വരൂ, ആ തണുത്ത വെള്ളം വരുന്ന ടാപ്പ് തുറന്ന് കുളിച്ചോളൂ. ഞാൻ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. ഈ ചെരുപ്പ് ഓരാടാ ഒട്ടിച്ചത്? വേണ്ട സർദാർ, വേണ്ട. അല്ല കണ്ണ സാറേ, ഇതാരാണ്? വെളുപ്പിനെ എവിടെ നോക്കിയാലും ഫോഗാണ്. ഇതെന്റെ ബ്രാഞ്ച് മാനേജറുടെ ഡോഗാണ്. അടികൈ മുകുന്ദ, ചാടിക്കോ. മുകുന്ദനോ? പട്ടിക്ക് വളരെ വ്യത്യാസമായ പേരാണല്ലോ. സംശയമുണ്ടോ? അതെ, എന്റെ ബോസിന്റെ അയൽക്കാരന്റെ പേര് മുകുന്ദൻ എന്നാ. അയാളുടെ ശല്യം കാരണമായി ഈ പട്ടിക്ക് മുകുന്ദൻ എന്ന് പേരിട്ടത്. ഹായ്, നല്ല പട്ടിയാണല്ലോ. മാത്രമല്ല ട്രെയിൻഡും ആണ്. മുകുന്ദ സീറ്റ്, മുകുന്ദ ജംപ്, മുകുന്ദ ബോൾ. ഞാൻ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മിസ് കാഡ്കറിന്റെ ഡ്രസ് മുഴുവൻ നീ വൃത്തികേടാക്കിയില്ലേ? ജോർദാർ, നിനക്ക് വെസ്റ്റേണോ ഇന്ത്യൻ മ്യൂസിക്കോ ഏതാണ് ഇഷ്ടം? എന്തെന്നാൽ അവര് നിന്നെ വെച്ച് വായിക്കാൻ പോവുക. അറ്റ്ലീസ്റ്റ് നിനക്ക് ഇഷ്ടമുള്ള മ്യൂസിക് വായിക്കട്ടെ. സംശയമുണ്ടോ? വെറുതെ അവനെ കളിയാക്കല്ല. അവ ഇപ്പൊ തന്നെ വളരെ വിഷമത്തിലാ. ഹലോ, കഴുതേ, ഡോർബെല്ലാണ് അടിച്ചത്, ഫോൺ ബെല്ലല്ല. ഞാനത് കേട്ടില്ല. നിനക്കത് കേട്ടെങ്കിൽ പോയി കതവ് തുറക്കടാ. ആരാണ് നിങ്ങള്? ബാലേ. ബാലയുടെ വേണ്ട, വെളിയിൽ പോയി ചെയ്താ മതി. അയ്യോ മോനെ, എന്റെ പേരാണ് ബാലേ. ഗ്രൂപ്പ് മുഴുവൻ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കണോ? ഹായ്, ഐ ആം ബാലേ, ഡോഗ് ട്രെയിനർ. വീസിലടിച്ച് കാർഡ് കാണിച്ച്. ക്ഷമിക്കണം, താങ്കളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ബാലേ. ഈ പേര് വെറൈറ്റി ആണല്ലോ. എന്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയർ പീലയുടെ ഫാൻ ആയിരുന്നു. മാത്രമല്ല ദേശസ്നേഹിയും. അതുകൊണ്ട് ഇന്ത്യൻ പേരിടണമായിരുന്നു. അങ്ങനെ പീല എന്ന പേരിനെ ബാല എന്നാക്കി. അപ്പൊ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ജേഴ്സി നിങ്ങൾ ഇട്ടിരിക്കുന്നത്? ഇല്ല, പ്ലെയർ ആകാൻ കഴിഞ്ഞില്ല. ഞാൻ റഫറിയായി. വീസിലടിച്ച് കാർഡ് കാണിച്ച്. പറഞ്ഞ പോലെ ഏതാണ് പട്ടി? ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാം. സബാഷ് ജോർദാർ, സബാഷ്. കോൺഫ്ലെക്സും മറ്റും കഴിച്ചോണ്ടിരുന്നവന്റെ അടുത്താണ് അയാൾ പട്ടി ബിസ്ക്കറ്റ് കൊടുക്കുന്നത്. ഉമ്മ 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 ഉമ്മ. ജോർദാർ നിൽക്കൂ. വേറെ ഒന്നും നടന്നില്ലെങ്കിലും ഈ ട്രെയിനിങ്ങിന് ശേഷം അവൻ നല്ലവനാ. ആ പാവത്തിന് നിങ്ങൾക്ക് അടിക്കണോ? ഇനി നീ ഫുട്ബോൾ എടുത്തോണ്ട് വരണം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. ഹലോ ജോർദാർ, ഫുട്ബോൾ വായു കൊണ്ട് എങ്ങനെ എടുത്തോണ്ട് വരും? ഇത് പട്ടിയാണ്, ഹിപ്പോപ്പൊട്ടാമസ് അല്ല. സംശയമുണ്ടോ? ഔട്ട് ഫ്രം ദ ഗ്രൗണ്ട്. വിസിലടിച്ച് കാർഡ് കാണിച്ച് ഔട്ട്. ജോർദാർ, ഹാഫ് ടൈം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് തുടരാം. വിസിലടിച്ച് കാർഡ് കാണിച്ച്. പക്ഷേ സാർ, യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞു. റെഡ് കാർഡും കൂടെ കിട്ടിയാൽ മിസ് ഗാഡ്കറിനടുത്ത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഈ ബാലെ ജോർദാറിനെ വെറുതെ വിടില്ല, ബേസിൽ അടിപ്പിക്കും.
സാറേ ഇത് ആദ്യ ദിവസം തന്നെ അധികമാ. ആ ട്രെയിനർ സാറേ, അവനൊരു പിഞ്ചു കുഞ്ഞാ, പതറിപ്പോകും. സംശയമുണ്ടോ? ഓക്കെ, എന്നാൽ നാളെ രാവിലെ ട്രെയിനിങ് തുടരാം. അടിച്ച് കാർഡ് കാണിച്ച് എന്തിനാ ഇങ്ങനൊരു ഷോക്ക് തന്നത്? ഞാൻ നല്ലതുപോലെയല്ലേ ഇരിക്കുന്നത്. അതെ, ഇവനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഏത് ഡോഗ് ഷോയിലേക്ക് അയക്കാൻ പോകുന്നേ? അതുകൊണ്ടല്ലേ നിനക്ക് ഈ ട്രെയിനിങ് നൽകുന്നത്. സംശയമുണ്ടോ? അല്ലെങ്കിൽ ഇവനൊരു ഡോഗി തന്നെ അല്ലേ? ആ, പക്ഷേ ഇവൻ പഴയതുപോലെ അല്ലല്ലോ ഇപ്പോൾ. ജോർദാർ, ഇയാടാ ഓടിക്കാൻ പറ്റിയൊരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഇരിക്കുന്നു, അതുകൊണ്ട് നന്നായി കഴിക്കും. കണ്ടോ, ജോർദാർ ഇവിടുന്ന് ഓടാൻ പോവുകയാണ്. ആ, എല്ലാരും ഈ ട്രെയിനറെ തെറ്റിദ്ധരിക്കും. സംശയമുണ്ടോ? ഇന്നിവിടെ ഓട്ടമൊന്നുമില്ല. ബീസിലടിച്ച് കാർഡ് കാണിച്ച്. ജോർദാർ, കാല് പൊക്ക. ഇപ്പൊ നമുക്ക് ഓടാം. എടാ നിക്ക്, ട്രെയിനർ ഞാനാ, നീ അല്ല. നീ അങ്ങോട്ട് വേഗം ചെല്ലേ. കണ്ണ സാറേ, പുലർച്ചയ്ക്ക് വീശുന്നു കാറ്റുമല്ലേ, ഹണി എത്തിയിരിക്കുന്നു രാവിലെ. അടികൈ. മേഡം അങ്ങയുടെ അടുത്തുനിന്ന് കോൺഫ്ലെക്സ് വാങ്ങിച്ചോട്ട് വരാൻ പറഞ്ഞു. അത് വാങ്ങണമെങ്കിൽ നീ ഷോപ്പിലേക്കല്ലേ പോവേണ്ടത്? ആ, അതെന്താന്ന് വെച്ചാലേ സാറിനോടൊരു കാര്യം പറയാൻ വന്നതാ ഞാൻ. അങ്ങയുടെ അടുത്ത് കോൺഫ്ലെക്സ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യണം. ഉത്സവ സമയത്ത് നടക്കും നല്ല തെയ്യം എന്റെ അടുത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കൺഫേം ചെയ്യും. അടികൈ. ഒന്നുകൂടെ റീകൺഫേം ചെയ്ത് നോക്കൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് പ്രശ്നം ഉണ്ടാവില്ല. കുറഞ്ഞത് 8-10 കോൺഫ്ലെക്സ് ബോക്സ് എങ്കിലും അങ്ങയുടെ അടുത്ത് ഉണ്ടാവും. അതെയോ? ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓഹോ, ഇവരുടെ വീട്ടിൽ കോൺഫ്ലെക്സ് തീർന്നു പോയിട്ടുണ്ടാകും. കടയിൽ പോയി വാങ്ങാൻ സമയമെടുക്കും. അതുകൊണ്ടാവും ഇങ്ങോട്ട് വന്നത്. ഷീസ് റൈറ്റ്. വീട്ടിൽ കോൺഫ്ലെക്സ് തീർന്നു പോയിരിക്കുകയാണ്. വണ്ടി പൊക്കാൻ വെക്കും അടിയിൽ ജാക്കി. ഹണി, നീ എന്നെ ഒരുപാട് കൺഫ്യൂസ് ആക്കി. അടികൈ. ഞാൻ പോയി എടുത്തോണ്ട് വരാം. താങ്ക് യു കിറ്റി. ഇന്ന് കോൺഫ്ലെക്സിനോടൊപ്പം ഓട്സും കൂടി കഴിക്കാൻ പോവാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട. എടാ, ഇത് ഓട്സ് അല്ല, മസിൽ കൂട്ടാനുള്ള മരുന്നാ. ഇത്രയധികം നീ വാരി കഴിച്ചാലേ പൊട്ടിപ്പോവും. എന്നാൽ ആ മരുന്ന് മുഴുവൻ ഇപ്പൊ ജനൽ വഴി പുറത്തേക്ക് പോയില്ലേ? ഇന്ന് പിടിച്ച കോൺഫ്ലെക്സ്.
എന്റെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്റെ അമ്മച്ചി ഞങ്ങൾ വളർന്ന് വലുതായിരിക്കുക. ആരാണിത് ചെയ്തത്? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അല്ല ഇതാരാണ്? ഇതെന്റെ കുട്ടികളാ, വളർന്നു വലുതായി. ഒരു രാത്രി കൊണ്ട് ഇത്രയൊന്നും വളരാൻ കഴിയുകയില്ല. അതിന് നിനക്കെന്താണോ പ്രശ്നം? എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടാവാനാ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. സംശയമുണ്ടോ? പക്ഷെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രക്ക് വളർന്നത്? ഞങ്ങൾ കന്നാസാറിന്റെ ഗാർഡനിൽ കിടന്ന ഓട്സ് കഴിച്ചു, അങ്ങനെ എത്രയും വളർന്നു. എന്റെ കുട്ടികളുടെ കുട്ടിത്തം നശിപ്പിച്ചു അല്ലേ നീ? ഓടിക്കോ. കുട്ടികളുടെ കുട്ടിത്തം നശിപ്പിച്ചു അല്ലേ? എന്നെ എന്തിനാ തല്ലുന്നത്? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. പഞ്ച് ചെയ്യൂ. എന്റെ കുട്ടികളെ പഴയതുപോലെ അല്ലെങ്കിൽ എല്ലാത്തിനും ഇടിച്ച് പഞ്ഞിക്കിടം പറഞ്ഞേക്കാം. ഓടിക്കോ. ഓടിക്കോ കച്ചളിയാ. കുട്ടികളെ തിരിച്ചു വരൂ. കണ്ടോ, എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. എന്റെ കുട്ടികൾ എന്നെ വിട്ടു പോയി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. അവർക്കൊന്നും സംഭവിക്കില്ല. അവരെവിടെ പോകുന്നുവോ അവിടെ പലതും സംഭവിക്കും. സംശയമുണ്ടോ? എന്താ ഏട്ടാ, ഇന്നലെ മിഠായി തരാൻ വല്ലാത്ത വിഷമായിരുന്നല്ലോ. അതിനേതാ പ്രശ്നം? പൈസ തന്നോളൂ, സാധനം വാങ്ങിച്ചോളൂ. എന്നാ ആദ്യം ഇത് വാങ്ങിച്ചോ. അയ്യോ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ, പറഞ്ഞ കേക്കൂ, എന്നെ വിടൂ, എന്നെ വിടൂ. ഈ ചെയ്യുന്നതൊട്ടും ശരിയല്ല. എന്നാ ഇത് ശരിയാണോ? ഞങ്ങൾക്ക് ഈ ബൈക്ക് ഓടിക്കണം. ഇല്ല, ഞങ്ങൾ ചോദിച്ചതല്ല, പറഞ്ഞതാണ്. സണ്ണിടത്താണ് നിങ്ങളെ കളി. വലുതായെന്ന് വെച്ച് കോഴി സിംഹമാവുകയില്ല. ഞങ്ങളോട് എതിർത്ത് സംസാരിക്കുന്നവരെ ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. എന്നെ ഒന്ന് പിന്നെ തൊട്ട് കാണിക്ക്. എടാ സൂക്ഷിച്ച്. ജീപ്പ് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോവാത്തത്? മനസ്സിലാവുന്നില്ല സാർ. ഒരു പക്ഷെ അടിയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാകാം. ഞാൻ പോയി നോക്കാം. ഈഷ്, നീ എന്തായി കാണിക്കുന്നത്? ജീപ്പിന്ന് കൈയെടുക്ക. ഓക്കേ. പോലീസിനോട് തമാശയോ? അറസ്റ്റ് ചെയ്ത് അകത്താക്കും. കഴിയെങ്കിൽ ആദ്യം ഞങ്ങളെ പിടിക്കുക. ഇന്ന് ഞങ്ങളെ പിടിച്ചിട്ട് വേറെ കാര്യമുള്ളൂ.
സഹോദരന്മാരെ, ക്യാരറ്റ് ഇതിനകത്താണ് ഉണ്ടാകുന്നത്. എന്ത്? പക്ഷെ കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഞാൻ പിഴുത് കാണിക്കാം. ഇല്ല, വേണ്ട, നിർത്തൂ. എല്ലാ ക്യാരറ്റും ചെക്ക് ചെയ്തു, ഒരു പ്രശ്നവുമില്ല. ഇനി അങ്ങത് കുഴിച്ചിട്ടോളൂ. നിനക്കെന്നെ പിടിക്കാൻ കഴിയില്ല. ശരിയെന്നാ, ഞാൻ പോപ്പട്ടിനെ പോയി പിടിച്ചോളാം. നീ എന്നെ പിടിക്കണമെങ്കിൽ ആദ്യം പറക്കാൻ പഠിക്കണം. സംശയമുണ്ടോ? എങ്കിൽ ഞാൻ പോയി സോർദാറിനെ പിടിച്ചോളാം. അവന് പറക്കാനും അറിയില്ല, മരത്തിൽ കയറാനും അറിയില്ല. കാല് മുറിഞ്ഞിരിക്കുകയാണ്. ചെറുതായിട്ടൊന്നും മുറിഞ്ഞതേ ഉള്ളൂ, എനിക്ക് വലിയ വേദനയൊന്നുമില്ല. ഇത് തുരുമ്പെടുത്ത ആണി കൊണ്ടതാ. TT ഇഞ്ചക്ഷൻ എടുത്തേ മതിയാകൂ. ഇഞ്ചക്ഷനോ? അതെ, ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമാണ്. സംശയമുണ്ടോ? ഞാൻ എത്തിപ്പോയി. അങ്ങ് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിയത്? ഇങ്ങോട്ട് വരൂ. നിനക്കും മുഖമുണ്ട്, എനിക്കും മുഖമുണ്ട്. നിനക്കും കാതുണ്ട്, എനിക്കും കാതുണ്ട്. പിന്നെ എന്തിനാ മൊബൈലിൽ സംസാരിക്കുന്നത്? കാര്യം വേഗം പറയ. ഫോൺ ചെയ്ത ഉടനെ എങ്ങനെയാ എത്തിയത്? ഞാൻ കന്നാ സാറിന്റെ വീട്ടിലായിരുന്നു. കന്നാ സാറിനെന്താ വട്ട് പിടിച്ചോ? അല്ല, ഞാൻ ചായ കുടിക്കാൻ വന്നതാ. വട്ടന്മാരുടെ കാര്യം പറഞ്ഞ് വെറുതെ എന്നെ വട്ട് പിടിപ്പിക്കരുത്. വട്ടായ കാര്യം പറഞ്ഞാൽ വട്ട് പിടിക്കും. ഇപ്പൊ കാര്യം പറയ, ഏത് വട്ടിനെ ചികിത്സിക്കാനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഹണിയുടെ കാലിൽ ചെറിയ മുറിവ് പറ്റി. സംശയമുണ്ടോ? ഓ, ഇങ്ങോട്ട് വരൂ, കാല് കാണിക്കൂ. ഒരു ലോഹപ്പാട്ട കൊണ്ടാണ് എന്റെ കാല് മുറിഞ്ഞത്. ഒരു കുഴപ്പവുമില്ല, ഞാൻ TTയുടെ ഇഞ്ചക്ഷൻ കൊടുക്കാം, എല്ലാം ശരിയായിക്കോളും. കുളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും നല്ല സുഖം. ഇവിടെ ആർക്കാണ് അസുഖം? ഹണിയുടെ കാലിൽ ആണി കൊണ്ടു, അതുകൊണ്ട് TT ഇഞ്ചക്ഷൻ എടുക്കാൻ പോവുക. ഓഹോ, ഇവൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ വലിയ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്ക്. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ടേ? പിടിച്ചു, ഇവനെ ഞാൻ പിടിച്ചു. സ്കൂൾ കുട്ടികൾക്ക് കിട്ടും കൺസെഷൻ, എനിക്കിപ്പോ കിട്ടി ഇഞ്ചക്ഷൻ. അടികൈ. ഡോക്ടർ ബാലു, വേഗം ഇഞ്ചക്ഷൻ എടുക്ക്. പേടിക്കണ്ട മോനെ, സൂചി മാത്രമേ കുത്തിയുള്ളൂ, മരുന്നകത്തേക്ക് പോയിട്ടില്ല.
ദാ നോക്ക്, പേഷ്യന്റ് ഹണിയാണ്. നിങ്ങൾ എന്തിനാ വെറുതെ വരുന്നത്? എനിക്കുടൻ തന്നെ എന്റെ പേഷ്യന്റ് ഹണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം. എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. അമിത വേഗത്തിൽ പോയ ലോറി മറിഞ്ഞു. ഹണിയെ ഒഴികെ മറ്റെല്ലാവർക്കും ഇഞ്ചക്ഷൻ എടുത്തു.